ഇപ്പോൾ പൊതുവേ കണ്ടുവരുന്നൊരു കാര്യമുണ്ട്. ഒരു ലോയർ ആവാൻ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവാൻ, ഒരു ഡോക്ടർ ആവാൻ വളരെ വർഷങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ മുകളിലാണ് അയാൾ കരിയർ ബിൽഡപ്പ് ചെയ്യുന്നത്. പക്ഷേ അതേ സമയത്ത് ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റ് ആളുടെ കരിയർ ബിൽഡപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എങ്ങനെയാണ് അയാളുടെ കരിയർ ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയില്ല. ഇതിന് എന്ത് തരത്തിലുള്ള സജഷൻസ് ആണ് സാറിന് കൊടുക്കാനുള്ളത്? ഉറപ്പായും അതിനകത്ത് കിടക്കുന്ന ഒരു കാര്യം, നമ്മളിപ്പം ഡോക്ടർ ആവട്ടെ, ലോയേഴ്സ് ആവട്ടെ, ഇപ്പോൾ ഇവർക്കൊക്കെയും ഒരു അക്കാദമിക് സൈഡും ഉണ്ട്, അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡും ഉണ്ട്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഒരു ഡോക്ടർ പുറത്ത് വരുന്നത്. സോ ഒബ്വിയസ്ലി ഒരു MBA കഴിഞ്ഞ ആളെടുത്ത് നിന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എല്ലാ സ്കിൽ സെറ്റും അയാളുണ്ടാവും. ഒരു ഇതേപോലെ നമ്മൾ കൊമേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാലും ചില കോഴ്സുകളുണ്ട്. അപ്പം ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കോഴ്സ് കഴിയുന്ന കുട്ടി അത് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഫുൾ സ്കിൽ സെറ്റ് ഉണ്ടാവും. കാര്യം അവർ എക്സാം എഴുതുന്നതോടൊപ്പം തന്നെ അവർ ഇൻറ്റേൺഷിപ്പ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഈ സ്കില്ല് സ്വന്തമാക്കുന്നുണ്ട്. പക്ഷെ ഇപ്പുറം വേറൊരു റൂട്ടുണ്ട്. ഇപ്പം നിങ്ങൾ മെൻഷൻ ചെയ്തതുപോലെ നമ്മളിപ്പോൾ ഒരു BCom BBA എന്ന് പറയുന്ന ഒരു അക്കാദമിക് റൂട്ട് എടുക്കുന്ന വിദ്യാർത്ഥി 3 വർഷം ഇൻവെസ്റ്റ് ചെയ്തു. ചിലപ്പോൾ 2 വർഷം MBAയും അല്ലെങ്കിൽ MCom കൂടെ 5 വർഷം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം BCom എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, MCom എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. പക്ഷെങ്കിൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന സ്കിൽ സെറ്റ് അവിടെ സംഭവിക്കുന്നില്ല. ആ രീതിയിലാണ് അതിൻ്റെ ഒരു മെത്തഡ് ഓഫ് സ്റ്റഡിയൊക്കെ പോകുന്നത്. പക്ഷേ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ പഠനത്തോടൊപ്പം നമുക്ക് വേണ്ട സ്കിൽ സെറ്റുകൾ നമ്മൾ പാരലി ബിൽഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു കരിയർ അൺസർട്ടനിറ്റി ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ പല സ്ഥലത്തും തമാശ പോലെ കാണാറുണ്ട്. ഫസ്റ്റ് ജോലിക്ക് തന്നെ എന്നോട് എക്സ്പീരിയൻസ് ചോദിച്ചു. എക്സ്പീരിയൻസ് ഇല്ലാതെ എങ്ങനെയാണ് ഫസ്റ്റ് ജോലി കിട്ടുന്നത്? അപ്പോൾ അതിന് ഉത്തരമായിട്ട് ഫിൻസ്കോമിൽ നമ്മൾ പലപ്പോഴും ഈ ഒരു സ്കിൽ കോഴ്സിലൂടെ അതിന് ഉത്തരം നൽകാറുണ്ട്. കാരണം എക്സ്പീരിയൻസ് ജോലിയിലൂടെ തന്നെ വേണമെന്നില്ല, അല്ലാതെ നമുക്ക് എക്സ്പീരിയൻസുമായിട്ട് നമുക്ക് ഫസ്റ്റ് ജോബിലേക്ക് പോകാൻ വേണ്ടി കഴിയും. അപ്പം ഒരു ലോയറിനെ പോലെ, അല്ലെങ്കിൽ ഡോക്ടറെ പോലെയോ, അല്ലെങ്കിൽ എഞ്ചിനീയറെ പോലെ തന്നെ ഒരു കൊമേഴ്സ് ആസ്പിരൻസിനെ സംബന്ധിച്ച് ആൾക്കും ജോലിക്ക് മുന്നേ തന്നെ എക്സ്പീരിയൻസ്ഡ് ആവാം എന്നാണ് ഫിൻസ്കോമിലൂടെ പറയുന്നത്. എക്സാക്ട്ലി.